കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കം. ഒരു ബസ്സിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തു. 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗ്ലാസ് അടിച്ചു തകർത്ത ബസ് ജീവനക്കാരനായ കക്കാടംപൊയിൽ സ്വദേശി ഷാനു അഗസ്റ്റിൻ ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് മുക്കം റൂട്ടിൽ ഓടുന്ന മാധവം ബസിന്റെ ഗ്ലാസാണ് കോഴിക്കോട് തിരുവമ്പാടി റൂട്ടിൽ ഓടുന്ന അസാറോ ബസ്സിലെ ജീവനക്കാരൻ അടിച്ചു തകർത്തത്. സലാം മുഹമ്മദ് വിവരങ്ങളുമായി. സലാം, എന്താണ് സംഭവിച്ചത്? നിഷാദ്, ഈ ബസ് സമയത്തെ ചൊല്ലി ജീവനക്കാർ തമ്മിലുണ്ടാകുന്ന തർക്കം പതിവാണ്. എന്നാൽ ഇന്ന് രാവിലെ 7:15 കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ 2 ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് ഈ ബസ്സിന്റെ ചില്ല് തകർക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. കോഴിക്കോട് മുക്കം റോഡിലോടുന്ന മാധവം എന്ന ബസ്സിന്റെ ചില്ലാണ് തകർത്തത്. കോഴിക്കോട് തിരുവമ്പാടി റോഡിലോടുന്ന അസോറ എന്ന് പറയുന്ന ബസ്സിലെ ജീവനക്കാരനായിട്ടുള്ള കക്കാടംപൊയിൽ സ്വദേശി ഷാനു അഗസ്റ്റിൻ എന്നയാളാണ് ഈ അക്രമം നടത്തിയത്. ഇയാൾ പിന്നീട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് ഇപ്പോൾ 2 ബസ്സും, അതായത് മാധവം ബസ്സും അതോടൊപ്പം അസോറോ ബസ്സും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ അക്രമം നടത്തിയ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും ഇന്ന് രാവിലെ 7:15 പാളയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇങ്ങനെ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കമുണ്ടാവുകയും പിന്നീട് ഒരു ബസ്സിന്റെ ചില്ല് പൂർണ്ണമായും അടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തത്. നിഷാദ്.